പൂനെയിൽ ട്രാവലറിന് തീപിടിച്ച് സ്വകാര്യ കമ്പനിയിലെ 4 ജീവനക്കാർ മരിച്ചു. ജീവനക്കാരെ കൊണ്ടുപോകുന്ന കമ്പനിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, വലിയ തീപിടുത്തമാണ്. തീയാളെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എത്ര പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്? ഇതിൽ മറ്റുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അവരെയൊക്കെ രക്ഷപ്പെടുത്തിയല്ലോ കുറച്ചുപേരെ. പൂനെയിൽ ട്രാവലറിന് തീപിടിച്ചു. സ്വകാര്യ കമ്പനിയിലെ 4 ജീവനക്കാർ വെന്തു മരിച്ചു. ഇപ്പോൾ തീ ആളുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാഹനം പൂർണ്ണമായി നശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്ര വലിയ തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത്. ആകെ 12 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 4 പേരാണ് മരിച്ചത്. ശ്രീനാഥ്, പറയൂ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രക്ഷപ്പെടുത്തിയവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? വാഹനം പൂർണ്ണമായി നശിച്ചുവെന്ന് തോന്നുന്നു, അല്ലേ? അപകടമുണ്ടാവുന്നത് ഇന്ന് രാവിലെ 7:30യോടെയാണ് അപകടമുണ്ടാകുന്നത്. ഹിഞ്ചേവാഡിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വ്യോമ ഗ്രാഫിക്സ് എന്ന കമ്പനിയിലേക്ക് പോകുന്ന ജീവനക്കാരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. രാവിലെ ജോലിക്ക് വേണ്ടി ഈ ജീവനക്കാരുമായി പോവുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് വാഹനത്തിൽ നിന്ന് തീയും പുകയും ഉയർന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പരമാവധി പേർക്ക് ആ സമയം തന്നെ ഓടി രക്ഷപ്പെടാൻ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. പക്ഷേ അതിനുള്ളിൽ പെട്ടുപോയ ആളുകളാണ് വെന്തു മരിച്ചത്. ഇപ്പോൾ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായി എന്ന കാര്യത്തിലും ഇപ്പോഴും ഒരു വ്യക്തതയില്ല. വാഹനം ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തി അമർന്നു. അതിനുശേഷം മാത്രമാണ് യഥാർത്ഥത്തിൽ തീ അണയ്ക്കാൻ പോലും മണിക്കൂറുകൾ സമയമെടുത്തു. അതിനുശേഷമാണ് മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ പോലും കഴിഞ്ഞത്. അനുജ, പൂനെയിലാണ് ട്രാവലറിന് തീപിടിച്ച് സ്വകാര്യ കമ്പനിയിലെ 4 ജീവനക്കാർ വെന്ത് മരിച്ചത്. ജീവനക്കാരെ കൊണ്ടുപോകുന്ന കമ്പനിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 12 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.